അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഊഷ്മള സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സൂറ ലുഖ്മാൻ ആയിരുന്നു. ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനോട് നടത്തുന്ന സാരോപദേശത്തിൻ്റെ ഒരു ഭാഗം. ഇന്ന് സൂറത്തു നഹൽ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. അതിലെ 90-ാമത്തെ വചനം, റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഇന്ന് ചർച്ച ചെയ്യുന്ന ആയത്ത് വളരെയധികം പ്രത്യേകതകളുള്ള ഒന്നാണ്. അതായത് വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ ചില കാര്യങ്ങൾക്ക് പ്രത്യേകമായി പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ എല്ലാം ഏൽപ്പിക്കുക, ഭരമേൽപ്പിക്കുക എന്ന ഒരാശയത്തിന് പ്രചോദനം പകരുന്ന ഒരു സൂറത്താണ്. സൂറത്ത് തലാഖിലെ വചനങ്ങളാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് തുടങ്ങുന്ന വചനം. അതുപോലെ തന്നെ സൂറ സുമറിലെ ലാ തഖ്നുതു മിർ റഹ്മത്തില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത് എന്ന് ഒരു പ്രത്യാശ തരുന്ന ഒരു വചനമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും മഹത്തായ വചനം ഏതാണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നത് ആയത്തുൽ കുർസി എന്നാണ്. ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ വചനത്തിനും പല പല പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നന്മ തിന്മയുടെ കാര്യങ്ങൾ വളരെ ഒതുക്കി വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞ ഒരു വചനം എന്ന നിലയിലാണ്. മാത്രമല്ല വിശ്വാസികൾ ഇതിൻ്റെ അർത്ഥം ആശയം അറിയില്ലെങ്കിൽ പോലും എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് മിമ്പറിൽ നിന്ന് നിരന്തരമായി അവതരിപ്പിക്കുന്ന ഒരു വചനം കൂടിയാണിത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. 3 കൽപ്പനകളെയും 3 നിരോധനത്തെയുമാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. അല്ലാഹു ദൈവം നീതി കൽപ്പിക്കുന്നു, നീതി പുലർത്താൻ, നീതി പാലിക്കാൻ കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, നന്മ മുറുകെ പിടിക്കാനും. വഈതാഇ ദിൽ ഖുർബ, നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത കുടുംബത്തിന് ദാനം ചെയ്യാനും. അപ്പോൾ കൽപ്പിച്ച 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നീതി, സൽക്കർമ്മം, കുടുംബത്തെ പരിചരിക്കുക, പരിപാലിക്കുക, അവർക്ക് സഹായം നൽകുക എന്നുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞിരിക്കുന്നത് നീതിയാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടതും നീതിയാണ്, അല്ലേ? നീതിപീഠങ്ങൾ, ക്രമസമാധാന പാലകർ ലോകത്ത് എല്ലാ സംവിധാനത്തോടെ പ്രവർത്തിക്കുമ്പോഴും നിരപരാധികൾ വേട്ടയാടപ്പെടുന്നു, കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. അവിടെ നീതി ഒരിക്കലും പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല. പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞതുപോലെ പണം കയ്യിലുണ്ടെങ്കിൽ, കോടികൾ കയ്യിലുണ്ടെങ്കിൽ നീതി അവർക്ക് മാത്രമുള്ളതാണ്, പാവങ്ങൾക്ക് നീതിയില്ല. അല്ലെങ്കിൽ മുതലാളിമാർക്ക് ഒരു നീതിയും തൊഴിലാളികൾക്കൊരു നീതിയും, ഒരു പ്രദേശത്തെ വലിയ തറവാട്ടുകാർക്കൊരു നീതിയും താഴ്ന്ന ജാതിക്കാർക്ക് മറ്റൊരു നീതിയും, ഭൂരിപക്ഷത്തിനൊരു നീതിയും ന്യൂനപക്ഷത്തിനൊരു നീതിയും. ഇങ്ങനെ നീതി
ചിത്തതയോടെ തുല്യതയോടെ നിർവഹിക്കപ്പെടുന്ന ഒരു കാലം കൈമോശം വന്നു പോയിരിക്കുന്നു. അവിടെയാണ് പ്രവാചകൻ നീതിയെക്കുറിച്ച് പറയുന്നത്. നീതിയെക്കുറിച്ച് പറയുമ്പോൾ സ്വജനപക്ഷപാതം എന്ന ഒരു തെറ്റായ ജീർണതയെ പ്രവാചകൻ ജീവിതത്തിൽ തന്നെ പ്രായോഗികമായി നിരാകരിച്ചിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി മോഷണം നടത്തിയാൽ പോലും ക്രൂരമായി അവളെ ശിക്ഷിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്താണ്? തൻ്റെ പ്രിയപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അതിനെ മൂടിവെക്കുകയും മറ്റുള്ളവർ നിരപരാധികളാണെങ്കിൽ പോലും കള്ളക്കേസിൽ കുടുക്കി അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏകാധിപത്യം, സ്വച്ഛാധിപത്യം, തങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് നീതി, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് എന്ന ഒരു സങ്കല്പമാണ് ഇപ്പോൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് സമാധാനവും സന്തോഷവും സംതൃപ്തിയും മനുഷ്യ സമൂഹത്തിനുണ്ടാകണമെങ്കിൽ നീതി കൂടിയേ തീരും. പ്രവാചകൻ പല ഘട്ടത്തിലും കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിഷ്പക്ഷമായി വിധിക്കുന്ന ഒരു വിധികർത്താവ് കൂടിയായിരുന്നു, ഒരു ന്യായാധിപൻ കൂടിയായിരുന്നു മദീനയിലെ. അപ്പോൾ അവിടെ എല്ലാ വിഭാഗങ്ങളുണ്ട്. പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ഉന്നത ജാതിക്കാരുണ്ട്, താഴ്ന്ന നീഗ്രോ അടിമ വംശമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു നീതിയായിരുന്നു. ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബഹുദൈവ ആരാധകരുണ്ട്, ഒക്കെ ഉണ്ടായിട്ടും ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ജൂതൻ അനുകൂലമായിട്ടാണ് പ്രവാചകൻ വിധി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ മുഖം നോക്കാതെ പ്രവാചകൻ നടപടിയെടുത്തിരുന്നു. ഈയൊരു നീതിയാണ് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരാളോടുള്ള വിയോജിപ്പ് അയാളോട് അനീതി പ്രവർത്തിക്കുന്നതിന് കാരണമാകരുത്. നിങ്ങൾക്ക് പല വിഷയത്തിലും അവരോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ഒരു വിഷയത്തിലും അവരോട് അനീതി കാണിക്കാൻ അതൊരു കാരണമാകരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയാണ്. അത് ശിരസാ വഹിച്ചാൽ തന്നെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ വൽ ഇഹ്സാൻ, സൽക്കർമ്മങ്ങൾ ഇന്നതാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആരാധനകൾ മാത്രമല്ല പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരാളോട് പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണ്, സൽക്കർമ്മമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ, ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, അയാൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അയാളെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിൽ അയാളുടെ ഒരു പ്രശ്നം, അയാളുടെ ഒരു ദാമ്പത്യ പ്രശ്നം അതിലിടപെട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്, നമുക്കൊരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് പുഞ്ചിരിക്കാം. അപ്പോൾ പുഞ്ചിരി പോലും ധർമ്മമാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു വച്ചിട്ടുള്ളത്. ഒരു സദസ്സിൽ, ഒരു സൗഹൃദ വലയത്തിനകത്ത് നമ്മൾ മുഖം വീർപ്പിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ പോസിറ്റീവായിട്ടുള്ള വൈബ് ഉണ്ടാകുന്നതാണ് ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും സൽക്കർമ്മമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വഴിയിലുള്ള ഒരു തടസ്സം നീക്കൽ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരമാവധി പലപ്പോഴും കഴിയുന്ന പോലെ മറ്റുള്ളവൻ്റെ വഴി മുടക്കുക എന്നുള്ളതാണ്, കഞ്ഞികൊടി മുട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വഴിയിലുള്ള തടസ്സങ്ങൾ അവനെ വഴി മുട്ടിക്കുകയല്ല, ജീവിതത്തിൻ്റെ വഴി മുട്ടിക്കുകയല്ല, അവന് വഴി തുറന്നു കൊടുക്കുക എന്നത് പോലും സൽക്കർമ്മമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, വഈതാഇദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾക്കാണ് നിങ്ങൾ ഏറ്റവും സഹായത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ശക്തമായ കൽപ്പന. ആ കൽപ്പന പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ കുടുംബത്തെ ശാക്തീകരിക്കുക അതവൻ്റെ ആരാധനയുടെ ഭാഗം തന്നെയാണ്. ഞാനും എൻ്റെ ഭാര്യയും തട്ടാനെന്ന് പഴയ കാലത്ത് പറയും. ഇന്ന് ഞാനും ഭാര്യയും ഫോണും, ഇനി ഭാര്യ പോലും ഇല്ലെങ്കിലും ഞാനും സ്മാർട്ട് ഫോണും ക്രെഡിറ്റ് കാർഡും എന്ന രീതിയിലേക്ക് സ്വാർത്ഥതയുടെ ലോകം ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എന്ന സൽക്കർമ്മത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കുടുംബത്തെ ശാക്തീകരിക്കാൻ അവൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം, അവൻ്റെ ശാരീരിക അധ്വാനത്തിൽ നിന്നൊരു ഭാഗം, അപ്പോൾ
മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് കുടുംബത്തിലുള്ളവരെ സഹായിക്കാൻ പറ്റും. സഹായിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു പണം കൊടുത്തുകൊണ്ടുള്ള സഹായമല്ല. നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട്, നമ്മുടെ ക്വാളിറ്റി ടൈം അവരോടൊപ്പം ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ആ സൽക്കർമ്മത്തിൻ്റെ ഭാഗമാവാൻ സാധിക്കും. അവർക്ക് മാനസികമായ പിന്തുണ കൊടുത്തുകൊണ്ട് അവരെല്ലാ പ്രശ്നങ്ങളിലും, സമ്മർദ്ദഘട്ടത്തിലും, പിരിമുറുക്കത്തിൻ്റെ ഘട്ടത്തിലൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നന്മയുണ്ടല്ലോ, ആ സൽക്കർമ്മത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. വഈതാഇ ദിൽ ഖുർബ, അതിനുശേഷം പറയുന്നു വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ ദൈവം നിരോധിക്കുന്നു മ്ലേച്ഛമായ, നിർഗിഷ്ടമായ കാര്യങ്ങൾ. സമൂഹം നികൃഷ്ടമായി, മോശമായി കാണുന്ന എല്ലാ ചീത്ത കാര്യങ്ങളെയും ദൈവം നിരോധിക്കുകയാണ്. വൽ മുൻകർ, നിരോധിച്ച കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അനാഥൻ്റെ ധനം അപഹരിക്കരുത്, ബലാത്സംഗം ചെയ്യരുത്, അതുപോലെ തന്നെ അന്യരെ ആക്രമിക്കരുത് തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ തിന്മകളെയും പടച്ചവൻ നിരോധിച്ചിരിക്കുകയാണ്. വൽ ബഗി, അക്രമത്തെയും. ഇപ്പോൾ മൂന്നാമത്തെ നിരോധിച്ച കാര്യം അക്രമമാണ്, അതിക്രമം. നമ്മൾ നേരത്തെ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അക്രമം എന്ന് പറയുന്നത് ശാരീരികവും കായികവുമായിട്ട് മാത്രമല്ല, മനുഷ്യനെ നിരന്തരം സമ്പത്ത് കൊണ്ട് നേടിയ അഹങ്കാരം കൊണ്ട് ആക്രമിക്കാറുണ്ട്, വിരോധം കൊണ്ട്, ശത്രുത കൊണ്ട്, അസൂയ കൊണ്ട് പോലും നമ്മൾ പലരെയും ആക്രമിക്കാറുണ്ട്. അത് ശരീരം കൊണ്ടല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ട്, മാനസികമായ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആക്രമിക്കാറുണ്ട്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം പ്രാർത്ഥന ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് മർദ്ദിതൻ്റെ പ്രാർത്ഥന എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മറയുമില്ല, ദൈവത്തിനും അടിമക്കുമിടയിൽ ഒരു മറയുമില്ല. ഇപ്പോൾ അക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുക ഏതോ അന്യനെ പോയി ആക്രമിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഗാർഹിക പീഡനങ്ങൾ അടക്കം, മാതാവിനെയും പിതാവിനെയും സഹോദരി സഹോദരങ്ങളെയൊക്കെ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്രമിക്കുന്നത്. അപ്പോൾ അക്രമം, കലാപം എന്നൊക്കെ പറയുമ്പോൾ ഏതോ സ്ഥലത്ത് 10,000 കൊല്ലപ്പെടുന്ന അക്രമത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്. നമ്മുടെ ചുറ്റുഭാഗത്ത്, നമ്മുടെ പരിസരത്ത് നടക്കുന്ന അക്രമം പോലും അതിൻ്റെ ഭാഗമാണ്. പലപ്പോഴും നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ചെറിയൊരു സ്വത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ മാതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കാണാറുണ്ട്. തിരിച്ചും കുട്ടികളെയൊക്കെ ആക്രമിക്കാനുള്ള ഒരു ആഹ്വാനവും ഖുർആൻ നൽകുന്നില്ല. അവരെ ശാസിക്കാം, കർശനമായ ശിക്ഷണങ്ങൾ നടത്താം. എന്നാൽ പോലും ക്രൂരമായി തല്ലിച്ചതക്കാൻ മതം അനുവാദം നൽകുന്നില്ല. അത് മനഃശാസ്ത്രപരമായി ബൈനൽ ഖൗഫി വറജാ എന്ന് പറയുന്നത്, പേടിയും വേണം എന്ന ഇഷ്ടവും വേണം. ആ രീതിയിൽ കുട്ടികളെ നമുക്ക് ബാലൻസ് ചെയ്ത് കൈകാര്യം ചെയ്യാൻ പറ്റണം. അല്ലാതെ എല്ലാറ്റിനും തൊട്ടതിനും പിടിച്ചതിനും അങ്ങാടി തോറ്റ അമ്മയോട് എന്ന് പറയുന്ന പോലെ അമ്മയുടെ മാതാവിൻ്റെ പെരടിയിൽ കയറുക, ഇനി ദുർബലയായ ഭാര്യയോട് എല്ലാ ദേഷ്യവും തീർക്കുക, ചവിട്ടിക്കൂട്ടുക, മക്കളെയും വളരെ അവശരായ അനുജന്മാരെയും സഹോദരിമാരെയും ആക്രമിക്കുക, ഇങ്ങനെയുള്ള അധാർമികതകളെ കർശനമായി പടച്ചവൻ നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഈ വചനത്തിൻ്റെ താല്പര്യം. അള്ളാഹു നമ്മെ നന്മ നിറഞ്ഞവരാക്കട്ടെ. തിന്മയുടെ മാർഗത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ പടച്ച തമ്പുരാൻ ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. മറ്റൊരു വിഷയവുമായി, മറ്റൊരു അധ്യായവുമായി നാളെ വീണ്ടും കാണുന്നതുവരെ മഅസ്സലാം.